പ്രിയപ്പെട്ട ബ്രദർ അറിയുന്നതിന് വേണ്ടി, എൻ്റെ പേര് റജി. ഒരുപക്ഷെ എന്നെയും എൻ്റെ കുടുംബത്തെയും ഓർക്കുന്നുണ്ടോ എന്നെനിക്കറിയില്ല. ഒരു ദിവസം ബ്രദർ ഞങ്ങളെ വിളിച്ചിരുന്നു, വീട്ടിലെ വിശേഷങ്ങൾ മുഴുവൻ എഴുതി അറിയിക്കണമെന്ന് പറഞ്ഞ്. അങ്ങനെയാണ് ഇന്ന് രാവിലെ തന്നെ ഈ കത്ത് എഴുതി അയക്കാമെന്ന് വിചാരിച്ചത്. മുണ്ടക്കയത്തിനടുത്തുള്ള മലമ്പ്രദേശമായ വണ്ടൻപതാലിലാണ് പതിയിൽ എന്ന വീട്ടുപേരിൽ അറിയപ്പെടുന്ന ഞങ്ങളുടെ കൊച്ചു വീട്. 6 പേരടങ്ങുന്ന ഞങ്ങളുടെ ഇടത്തരം കുടുംബത്തിന് സുഖമായി താമസിക്കാൻ പറ്റിയൊരു ഭവനം. സംശയിക്കേണ്ട, 6 പേരടങ്ങുന്ന കുടുംബം തന്നെയാണ് ഞങ്ങളുടേത്. 6ാമത്തെ ആൾ ആരാണെന്നല്ലേ? ഞങ്ങളുടെ എല്ലാമായ ഈശോ. ഞാൻ എൻ്റെ കുടുംബത്തെ പരിചയപ്പെടുത്താം. ഇതെൻ്റെ ഭാര്യ. പേര്, അല്ലെങ്കിൽ അവൾ തന്നെ സ്വയം പരിചയപ്പെടുത്തട്ടെ. ഞാൻ ഷീല റജി, സെയിൽ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നു. എനിക്ക് 3 പെൺകുട്ടികളാണുള്ളത്. അവരെ സ്കൂളിൽ വിടണം. ഇപ്പോൾ അദ്ദേഹത്തിന് ചായ ഇടുന്ന തിരക്കിലാണ്. അദ്ദേഹം രാവിലെ എഴുന്നേറ്റത് മുതൽ എഴുതാനിരുന്നതാണ്. അങ്ങനെ ഒരു വീട്ടമ്മയുടെ ഉത്തരവാദിത്തത്തിന് പുറമേ ഓഫീസിലെത്തുന്നതിന് മുമ്പ് എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം നിറവേറ്റാനുണ്ട്. അതുകൊണ്ട് അല്പം തിരക്കിലാണ്. മക്കളെ, ടിഫിൻ റെഡി. റീച്ചാൻ്റെ ചായയുടെ കാര്യം പറഞ്ഞു. ഷീല ഒരു ദൗത്യത്തെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞല്ലോ. മുഴുവൻ കുടുംബത്തെയും പരിചയപ്പെട്ട ശേഷം അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഇത് എൻ്റെ മൂത്ത മോള്. കുറച്ച് അകലെയാണ് ഇവൾ പഠിക്കുന്നത്. ഇവളെ പരിചയപ്പെടാം. ഞാൻ ആഗ്നസ് മറിയ റെജി. ഞാനിപ്പോൾ സ്കൂളിലേക്കുള്ള വഴിയിലാണ്. ഞങ്ങൾ 3 കുട്ടികളാണ്. അതിലേറ്റവും മൂത്തയാളാണ് ഞാൻ. ഞാൻ മുണ്ടക്കയം വണ്ടൻപതാലിലാണ് താമസിക്കുന്നത്. എങ്കിലും പഠിക്കുന്നത് പാലാ ചാവറ CMI പബ്ലിക് സ്കൂളിലാണ്. പഠനത്തോടൊപ്പം എനിക്കൊരു ദൗത്യം കൂടിയുണ്ട്. ഞാൻ അതിൻ്റെ പിന്നാലെയാണ്. ആഗ്നസ് പാലായിൽ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. ആ സൈക്കിളിൽ വരുന്നത് എൻ്റെ 2ാമത്തെ മകളാണ്. കണ്ടിട്ട് അവളും തിരക്കിലാണെന്ന് തോന്നുന്നു. ഹായ്, ഞാൻ ആഗ്നൽ മരിയ റെജി. ഞാൻ KPM പബ്ലിക് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. സ്കൂളിൽ എത്തുന്നതിന് മുൻപ് എനിക്കൊരു പ്രധാനപ്പെട്ട ഡ്യൂട്ടി ചെയ്ത് തീർക്കുവാനുണ്ട്. അതിൻ്റെ തിരക്കിലാണ് ഞാൻ. ദേ, വലതുവശത്ത് നടന്നു വരുന്ന ആളാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കുഞ്ഞാറ്റ. ചില സമയത്തുള്ള പെരുമാറ്റം കണ്ടാൽ തോന്നും എൻ്റെ മക്കളിൽ ഏറ്റവും മൂത്തത് ഇവളായിരിക്കുമോ എന്ന്. ഞാൻ ആൻസ്ല മരിയ റെജി. എല്ലാവരും എന്നെ കുഞ്ഞാറ്റ എന്നാണ് വിളിക്കുന്നത്. ഞാൻ കള്ളിവേലിൽ പാപ്പൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂളിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഏഞ്ചൽ ജോഷി. ഏഞ്ചൽ, എനിക്ക് സ്കൂളിൽ വരുന്നതിന് മുമ്പ് ഒരു ഡ്യൂട്ടി തീർക്കാനുണ്ട്. അപ്പോൾ ക്ലാസ്സിൽ വെച്ച് കാണാം. ശരി, ബൈ ഏഞ്ചൽ. 4ാം ക്ലാസ്സിലേ ആയിട്ടുള്ളൂവെങ്കിലും വീട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളുടെ ഒപ്പം ഉണ്ടാകും ഈ കുഞ്ഞാറ്റ. എല്ലാവരെയും പരിചയപ്പെട്ട സ്ഥിതിക്ക് ഞാൻ എന്നെ കൂടി പരിചയപ്പെടുത്താം. ഞാൻ റജി കുര്യൻ. കുട്ടിക്കാനം മരിയൻ കോളേജിൽ ലൈബ്രറി വിഭാഗത്തിൽ ജോലി ചെയ്യുന്നു. ചാച്ചനും അമ്മയും 3 സഹോദരിമാരും അടങ്ങിയതാണ് എൻ്റെ കുടുംബം. മൂത്ത സഹോദരിമാരിൽ 2 പേര് കന്യാസ്ത്രീമാരാണ്, സിസ്റ്റർ റൂബിയും സിസ്റ്റർ മെറീറയും.
നന്മറിഞ്ഞൊരു മേൽസുത്തി കർത്താവിങ്ങളുടെ സ്ത്രീകളിലും എനിക്ക് ഞങ്ങളുടെ ഒരുത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനായ പരിശുദ്ധമറിയുകയും ബ്രാൻഡിനെ ഭാവിയില്ല ഞങ്ങൾക്ക് വേണ്ടി പോഴിക്കേണ്ടവന്ന സമയത്തും ബ്രാനോട് അപേക്ഷിക്കണേ. നന്മറിഞ്ഞൊരു മേൽസുത്തി. ആ മരിയമോൾ എത്തിയല്ലോ. അമ്മച്ചി എത്ര നേരമായിരുന്നു മോളെ കാത്തിരിക്കുന്നു? കൊണ്ടുവന്നിട്ടുണ്ട് അമ്മച്ചി. ഈ അമ്മച്ചിയുടെ ഒരു വെപ്രാളം കണ്ടില്ലേ ചേച്ചി? വാ അകത്തേക്ക് വാ. എന്നെ വേഗം വിട്ടേക്കണേ ചേച്ചി. ഓ വിട്ടേക്കാവേ. ഒന്ന് വേഗം എടുക്കും മരിയമോളെ. ദാ എടുത്തു അമ്മച്ചി. ദേ അമ്മച്ചി നോക്കി, പുതിയ ലക്കം ഷാലോ മാഗസിൻ. ഇതാ മോളെ. ഇതാ അമ്മച്ചി. അമ്മച്ചിക്ക് സന്തോഷമായോ? ഇനി ശാലോം കിട്ടിക്കഴിഞ്ഞാൽ അമ്മച്ചി ഈ ലോകത്തായിരിക്കില്ല. മോളെ ഷാലോ മെസ്സഞ്ചർ കിട്ടിയില്ലല്ലോ. ആ അത് എന്റെ ഡിപ്പാർട്ട്മെന്റ് അല്ല ചേച്ചി, അത് കുഞ്ഞാറ്റയുടെ സെക്ഷനാ. മോളെ ചെയ്യുന്നത് ഒരു പുണ്യപ്രവൃത്തിയാണ്. ഇത് എന്റെ കടമയാണ്. അനേകം ആത്മാക്കൾക്ക് ഒരാശ്വാസം പകരുവാൻ ഇത് ഉപകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറിയ പറഞ്ഞത് സത്യമാണ്. മാധ്യമങ്ങളിലൂടെയുള്ള അന്ധകാര ശക്തികളുടെ സ്വാധീനം വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നാം ജീവിക്കുന്നത്. ആധുനിക മാധ്യമങ്ങളിലൂടെ അനേകർ തിന്മയുടെ ആകർഷണീയതയിൽപ്പെട്ട് അറിയാതെ വഴിതെറ്റിപ്പോകുന്നുണ്ട്. അങ്ങനെ വിഷമത അനുഭവിക്കുന്ന ആരെങ്കിലും സമൂഹത്തിലുണ്ടെങ്കിൽ അവർക്ക് പ്രത്യാശ നൽകാനും അവർ തിന്മയുടെ സ്വാധീന വലയത്തിൽ നിന്ന് സ്വയം പിന്മാറണമെങ്കിൽ അവർക്ക് വിശ്വാസത്തിൻ്റെ അടിത്തറ വേണം. അത് പകരാൻ വേണ്ടി ഞങ്ങളാൽ കഴിയും വിധം ആത്മീയ രചനകൾ കുടുംബങ്ങളിൽ കയറിച്ചെന്ന് പ്രചരിപ്പിക്കുവാൻ തീരുമാനിച്ചു. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഓരോരുത്തരും വീട് വിട്ട് ഇറങ്ങിത്തിരിച്ചത്. ഇതാണ് സഭയോടൊപ്പം ചേർന്നുകൊണ്ടുള്ള ഞങ്ങളുടെ ദൗത്യം. ഓ മറന്നുപോയി, ഞങ്ങളുടെ തറവാടിനെക്കുറിച്ച് ഇതുവരെ പറഞ്ഞില്ലല്ലോ. മനോഹരമായ ഞങ്ങളുടെ തറവാട് സ്ഥിതി ചെയ്യുന്നത് ഈ വണ്ടൻപതാലിൽ തന്നെയാണ്. വിശുദ്ധ പൗലോസിൻ്റെ നാമധേയത്തിലുള്ള ഞങ്ങളുടെ ഇടവക ദേവാലയം. ഇവിടേക്ക് ഞാനും എൻ്റെ കുടുംബവും വരാത്ത ഒരു ദിവസം പോലുമില്ല. ഈ സക്രാരിയിൽ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ വല്ലാത്തൊരു അനുഭൂതിയാണ്. പിന്നെ ഞങ്ങളുടെ വികാരിയച്ഛൻ, എല്ലാവരോടും സ്നേഹവും വാത്സല്യവും മാത്രം പ്രകടിപ്പിക്കാൻ അറിയാവുന്ന ഞങ്ങളുടെ വികാരിയച്ഛൻ. പതിയിൽ റെജിയും കുടുംബാംഗങ്ങളും ഈ ഇടവകയിലെ പ്രത്യേകമായ വിധത്തിൽ സുവിശേഷവേല ചെയ്യുന്ന കുടുംബാംഗങ്ങളാണ്. റെജിയും ഭാര്യ ഷീലയും കുട്ടികൾ 3 പേരും ഈ ഇടവകയിലെ സ്തുത്യർഹമായ വിധത്തിൽ ഉത്തമമായ കത്തോലിക്ക ജീവിതം നയിക്കുന്ന വ്യക്തികളാണ്. നമുക്കറിയാം, ഇന്ന് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ അല്ലെ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ആധുനിക മാധ്യമ രംഗത്തൊക്കെ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ കമ്പ്യൂട്ടറുമായിട്ട് പോവുക, അല്ലെങ്കിൽ ഫോണിൻ്റെ രംഗങ്ങളിൽ ഇങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ തിരിച്ചുവിടാനും ഒത്തിരിയേറെ കാര്യങ്ങൾ വ്യാപൃതരാകാനുള്ള ഒത്തിരിയേറെ മാർഗ്ഗങ്ങളുണ്ട്. എന്നാൽ റെജിയുടെ കുട്ടികൾ 3 പേരും ഈ സമയത്തൊക്കെയും ഇടവകയിൽ കുടുംബങ്ങളിൽ കയറി ഇറങ്ങി ശാലോമിൻ്റെ പതിപ്പുകൾ വിടവുകളിൽ എത്തിച്ചു കൊടുക്കുക, അതുപോലെയുള്ള രോഗികളായിട്ടുള്ള ആൾക്കാരെ സന്ദർശിക്കുക, അങ്ങനെയുള്ള പ്രത്യേകമായ വിധത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന കുട്ടികളാണ്. അങ്ങനെ ഏത് വിധത്തിൽ നോക്കിയാലും മാതൃകാപരമായ ജീവിതം നയിക്കുന്ന ഒരു നല്ല കത്തോലിക്ക കുടുംബമാണ് റെജിയുടേത്. വന്നല്ലോ രാവിലെ തന്നെ. ഗുഡ് മോർണിംഗ് സിസ്റ്റർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ശാലോം കിട്ടിയോ? കിട്ടി സിസ്റ്റർ. ഇപ്പോൾ ഷാലോം മാക്സിനും ഉണ്ട്.
ഈ മോളാണ് ഞങ്ങളുടെ ഗവൺമെൻറ്റിലെ എല്ലാ ആഴ്ചയിലും ഈ ശാലോം ദൂതുമായി വന്നെത്തുന്ന കുഞ്ഞാറ്റക്കിളി. ഈ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ശാലോം മാസികയുടെ ഈ പ്രസിദ്ധീകരണം എല്ലാ വീടുകളിലും എത്തിക്കുവാൻ വളരെയധികം സന്തോഷത്തോടുകൂടി ഈ ജോലി ഏറ്റെടുത്ത് നടത്തുന്നവരാണെന്ന് പറയാൻ സാധിക്കും. ഒരു പക്ഷേ ശാലോം മാസികയുടെ പ്രസിദ്ധീകരണം എല്ലായിടത്തും എത്തിക്കുന്നതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ഏജൻ്റായിട്ടാണ് കുഞ്ഞാറ്റയെ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ അഭിനന്ദനം. കൺഗ്രാജുലേഷൻ. താങ്ക് യു. നമ്മുടെ റെയ്സാറിനെ കണ്ടില്ലല്ലോ. ആളിപ്പോൾ ഇങ്ങ് എത്തുമായിരിക്കും. ഇവരാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട സെബാസ്റ്റ്യൻ ചേട്ടനും അമ്മണി ചേട്ടത്തിയും. ഇവരാണ് വണ്ടൻപതാലിലെ ആദ്യത്തെ ആത്മീയ മാധ്യമ ശുശ്രൂഷകർ. എപ്പോഴും ഒരു പിതാവിൻ്റെ സ്നേഹവാത്സല്യമാണ് ഞങ്ങളോട് ഇദ്ദേഹം കാണിക്കാറുള്ളത്. റെയ്സാറിന്റെ കാര്യം ഞങ്ങളിപ്പോൾ പറഞ്ഞ് നാവെടുത്തേ ഉള്ളൂ. ഞാൻ രണ്ടുപേർക്കുള്ള ചായ എടുത്തില്ല. സെബാസ്റ്റ്യൻ ചേട്ടൻ്റെയും ചേട്ടത്തിയുടെയും ആത്മീയ ശുശ്രൂഷകളുടെ ഒരു പിൻഗാമിയായിട്ടാണ് എന്നെ എൻ്റെ ഇടവകക്കാർ കാണുന്നത്. എൻ്റെ ഈ എളിയ മാധ്യമ ശുശ്രൂഷകൾ തുടങ്ങുവാൻ എനിക്ക് വളരെയേറെ പ്രോത്സാഹനം നൽകിയ വ്യക്തി കൂടിയാണ് ഈ സെബാസ്റ്റ്യൻ ചേട്ടൻ. ചായ എടുക്കാൻ ഇടവക ദേവാലയത്തിലെ ഒട്ടുമിക്ക ശുശ്രൂഷകളിലും ഞങ്ങൾ ഒരുമിച്ചാണ് ശുശ്രൂഷ ചെയ്യുന്നത്. ഇടവകയിലെ എല്ലാ ഭക്തസംഘടനകളിലും കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് റെജി. ഈ ഇടവകയിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന വിൻസെൻ്റ് ഇപ്പോൾ സംഘടനയിലെ അംഗമാണ്. അതുകൂടാതെ ഈ ഇടവകയുടെ പ്രതിപക്ഷ യോഗത്തിൻ്റെ സെക്രട്ടറിയാണ്. ഇടവകയിലെ എല്ലാ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും എനിക്ക് ആശ്രയിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞുവിടാൻ സാധിക്കുന്ന വ്യക്തിയാണ് റെജി. അങ്ങനെ ഇടവകയിൽ ആധ്യാത്മിക രംഗത്ത് തിളങ്ങി നിൽക്കുന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റേത്. എൻ്റെ മക്കളെക്കുറിച്ച് ചോദിച്ചാൽ എനിക്കൊന്നേ പറയാനുള്ളൂ. ദൈവരാജ്യത്തിന് വേണ്ടി വേല ചെയ്യാൻ ഏതൊരു സമയത്തും ഉത്സാഹം കാണിക്കുന്നവരാണ് എൻ്റെ ഈ മക്കൾ. ഇപ്പോഴുള്ള ഇവരുടെ ഈ കാത്തിരിപ്പ് എന്തിനാണെന്നോ നമുക്ക് നോക്കാം. ഇതുവരെ വന്നില്ലല്ലോ. മോൾ ഇവിടെ ഇരുന്നോ? ഞങ്ങൾക്ക് നാളെ എക്സാമിന് കുറച്ച് പോർഷൻസോട് റിവൈസ് ചെയ്യാനുണ്ട്. ശരി ചേച്ചി. പാടി വരെ. ഈ വരുന്നതാണ് വണ്ടൻപതാലിലെ ഞങ്ങളുടെ പോസ്റ്റ്മാൻ മോഹൻദാസ്. പപ്പ, അമ്മ, ചേച്ചി, ഇതേ പോസ്റ്റ്മാൻ അങ്കിൾ എത്തി. അങ്കിൾ എന്താ ഇത്ര വൈകിയേ? ഒത്തിരി എടുത്തുണ്ടായിരുന്നു. എല്ലാരും കാത്തു നിൽക്കായിരുന്നില്ലേ? ശരി. അപ്പോ അഞ്ജല മരിയ ആരാണ്? താങ്ക് യു. ഓക്കേ, അങ്കിൾ മരിയ. ഓക്കേ. മോഹൻദാസ് കൊണ്ടുവരുന്ന പാഴ്സലുകളിൽ നിറയെ സഭയോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരുടെ ഈടുറ്റ പ്രസിദ്ധീകരണങ്ങളാണ്. ഇതിനായിരുന്നു ഞങ്ങളുടെ കുടുംബം ആഴ്ചതോറും കാത്തിരിക്കാറുള്ളത്. എൻ്റെ പേര് മോഹൻദാസ്. 26 വർഷമായിട്ട് ഈ വണ്ടൻപതാൽ പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്യുന്നു. രാവിലെ മുതൽ ഈ ബഹുദൂരം സഞ്ചരിക്കേണ്ടതുകൊണ്ട് എൻ്റെ കാലിൽ സ്പീഡോമീറ്റർ പിടിപ്പിച്ച് കഴിഞ്ഞാൽ 30 കിലോമീറ്റർ 35 കിലോമീറ്റർ ദൂരം ഈ തപാൽ ഉരുപ്പടികളുമായിട്ട് യാത്ര ചെയ്യേണ്ടതുണ്ട്. അത് നമ്മുടെ ഇവിടെയുള്ള വനപ്രദേശമാണ്. അവിടെ എല്ലാം വീടുകൾ തോറും കത്തുകൾ വിതരണം നടത്തിയാലേ അതിനകത്ത് മുഴുവനാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ 40-40 കിലോമീറ്ററോളം സഞ്ചരിക്കേണ്ടത് വരുന്നത്. ശാലോം പോലുള്ള പീരിയോഡിക്കൽസ്, ഇവിടെയുള്ള ഈ രജിസ്ട്രാറിൻ്റെ കുടുംബം ഉൾപ്പെടെ ഇത് ദിവസവും ഇങ്ങനെ വന്നോ എന്ന് എന്നോട് ചോദിക്കുകയും വാങ്ങിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്.
അതുകൊണ്ട് തന്നെ നമുക്കൊരു ആത്മാർത്ഥത അവരിൽ കാണുന്നുണ്ട്. ദൈവിക പീരിയോഡിക്കൽസ് എല്ലാം നമുക്ക് കൊടുക്കുന്നതിനകത്ത് ഒരു ഭാരമുണ്ടെങ്കിൽ പോലും ഇവർക്കിത് കൊടുക്കുന്നതിനകത്ത് ഇവരുടെ ആത്മാർത്ഥത കാണുമ്പോൾ നമുക്കതിനകത്തൊരു തൃപ്തി ഉണ്ടാകും. ഇത് ഞാൻ തന്നെ വിതരണം നടത്തേണ്ട ഒരു മാസിക ആയതുകൊണ്ട് അവരും എൻ്റെ പ്രവൃത്തി കൂടെ അവർ കൂടി ചെയ്യുന്നു. ഈശ്വരാനുഗ്രഹം അവർക്ക് ഉണ്ടാകുന്നു. ഞാനും ഈ മാസിക കിട്ടുന്ന സമയത്ത് വായിക്കാറുണ്ട്. അതിൻ്റെ നന്മകൾ ഞാൻ ഉൾക്കൊള്ളാറുണ്ട്. ആരോടെങ്കിലുമൊക്കെ ആണെന്ന് പറഞ്ഞാൽ ഈ ശാലോ മാസികയെപ്പറ്റി അഭിപ്രായം ചോദിക്കുമ്പോൾ പറയാറുണ്ട്. ദൂരം ഇനിയും താണ്ടേണ്ടതുണ്ട്. 10-15 കിലോമീറ്ററുകളോളം ഇനി യാത്ര ചെയ്യേണ്ടതുണ്ട്. കത്തുകൾ ഒരുപാട് ഇനി വിതരണം നടത്തേണ്ടതായിട്ടുണ്ട്. എല്ലാവർക്കും ഈ വൈകിയ വേളയിൽ എൻ്റെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നീങ്ങുന്നു. ചിലപ്പോഴൊക്കെ ഞങ്ങൾ വിചാരിക്കും ഇദ്ദേഹം വചനവുമായി കടന്നു വരുന്ന ദൈവത്തിൻ്റെ ദൂതനായിരിക്കുമോ എന്ന്. മോഹൻദാസ് കൊണ്ടുവരുന്ന പാഴ്സലുകൾ എത്ര ഭാരമുള്ളതാണെങ്കിലും എപ്പോഴും പ്രസന്നവദനായിരിക്കും. മോഹൻദാസ്, നന്ദി. താങ്കൾ ജോലി ചെയ്യുന്ന ആ ഡിപ്പാർട്ട്മെൻറ്റിനും 1000 നന്ദി. കാരണം നിങ്ങളുടെ ഈ സഹകരണമാണ് അനേകം ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ ദൗത്യത്തിൻ്റെ പ്രവർത്തന വിജയം. ദൈവപരിപാലനയാൽ ഞങ്ങളുടെ കുടുംബം സന്തോഷപ്രദമായ ജീവിതം നയിക്കുന്നതിനിടയിൽ ഒരു ദിവസം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ താളം തെറ്റിച്ച ആ സംഭവം നടന്നത് അന്നായിരുന്നു. ഷീല മുറിയിലേക്ക് കടന്നു വരികയായിരുന്നു. അബോധാവസ്ഥയിൽ കിടക്കുന്ന ഷീലയെയാണ് ഞാനും കുട്ടികളും പിന്നെ കാണുന്നത്. ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തലയ്ക്ക് പെട്ടെന്നൊരു മരപ്പ് അനുഭവപ്പെടുകയും കോട്ടയത്തുള്ളൊരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ വീട്ടിൽ പോയി കാണുക ചെയ്തേ. വീട്ടിൽ പോയി കണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതൊരു തലയ്ക്ക് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചിരുന്നു ഇത് സാധാരണ വല്ല തലവേദനയായിരിക്കും, യാതൊരു കുഴപ്പമില്ലെന്ന് വിചാരിച്ച് ഞാൻ വളരെ കൂളായിട്ട് സ്കാൻ ചെയ്യാനായിട്ട് പോയി. അപ്പോൾ ഡോക്ടറെ റിസൾട്ട് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു ഇത് CT സ്കാൻ പോരാ, ഇതൊന്ന് MRI ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അതിന് പ്രകാരം ഞങ്ങൾ MRI ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ സ്കാൻ ചെയ്തതിനകത്ത് നിന്ന് ഇതൊരു ട്യൂമർ, ഇതൊന്ന് എടുത്ത് മാറ്റിക്കളയണം എന്നും പറഞ്ഞ് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആകെപ്പാടെ പേടിച്ചു പോയി. എന്നാന്ന് വെച്ചാൽ യാതൊരു കുഴപ്പമില്ലാതെ യാതൊരു വിഷയവും ഇല്ലാതെ നടന്ന വളരെ കൂളായിട്ട് നടന്നിരുന്ന എനിക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലാതെ എനിക്ക് ഇത്രയും പെട്ടെന്ന് ഇത് വന്നല്ലോ എന്നോർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഇതെന്താണെന്ന് ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും മക്കളുടെ കാര്യം എങ്ങനെ ആവും, 3 പെൺകുട്ടികളാണ്, ഇവരെ എന്തെങ്കിലും പറ്റി പോകുമെന്നൊക്കെ പേടിച്ച് ഞാൻ വളരെ വിഷമിച്ചാണ് വീട്ടിലേക്ക് വരുന്നത്. ഷീലയുടെ അസുഖത്തെക്കുറിച്ച് കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ കുടുംബം ആകപ്പാടെ തകർന്നു. കാരണം കുട്ടികളും ആകപ്പാടെ മൂഡൗട്ടായി. കാരണം ഇത് കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം, മൂത്തമ്മയുടെ 10ാം ക്ലാസ്സിലെ പരീക്ഷ അടുത്ത് വരുന്ന സമയം, ഇതെന്ത് സംഭവിക്കും, കുടുംബത്തിലെ ആകപ്പാടെ ഒരു ആശങ്ക, ദുഃഖം തളം കെട്ടിയ നിമിഷങ്ങളായിരുന്നു. കാരണം ഓരോ MRI സ്കാനിങ് കഴിഞ്ഞ് വരുമ്പോഴും റിസൾട്ടുകൾ എങ്ങനെ ആയി, നെഗറ്റീവാണോ പോസിറ്റീവാണോ, പിള്ളേർ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും എൻ്റെ മക്കളും സഹിച്ച വേദന എങ്ങനെ അത് പറഞ്ഞറിയിക്കണമെന്ന് തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം മാനസികമായിട്ട് അതുപോലെ തകർന്നു പോയി. സുവിശേഷ വേല ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങളുടെ കുടുംബത്തെ സാത്താൻ പരീക്ഷിക്കാൻ തുടങ്ങുകയായിരുന്നു. ഞാൻ ഓഫീസിലായിരിക്കുമ്പോൾ കുട്ടികൾ മിക്കവാറും പ്രാർത്ഥനയിലായിരിക്കും. ഇവരുടെ അമ്മയ്ക്ക് വേണ്ടി 3 പേരും ഉപവസിച്ചായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത്. ഇത്ര ചെറുപ്പത്തിലെ വിശ്വാസപൂർവം ഇവർ സഹനങ്ങളെ തരണം ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് അഭിമാനം തോന്നി.
പ്രാർത്ഥനയിൽ മാത്രം ആശ്വാസം കണ്ടെത്തിക്കൊണ്ടിരുന്ന ദിവസങ്ങളായിരുന്നു പിന്നീട്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഡോക്ടർമാർ ഷീലയുടെ സർജറിക്കുള്ള ദിവസം നിശ്ചയിച്ചു. ഞങ്ങളുടെ കുടുംബം അക്ഷരാർത്ഥത്തിൽ സഹനത്തിൻ്റെ തീച്ചൂളയിൽ വെന്തുരുകുകയായിരുന്നു. ഞങ്ങൾ 5 പേരും സംയമനം വിടാതെ കരയാതെ പിടിച്ചു നിന്നു. പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിലെ 6ാമത്തെ അംഗം നിശബ്ദമായി ഞങ്ങളെ സഹായിക്കുന്നുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് എൻ്റെ മകളിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിരുന്നു. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. പ്രതീക്ഷ വിടാതെ മരിയ വീണ്ടും വിളിച്ചു. പ്രൈസ് ദി ലോർഡ്. ഷാലോ. ഹലോ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനാ സഹായത്തിനാണെങ്കിൽ പറഞ്ഞോളൂ. എൻ്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ല. ഹോസ്പിറ്റലിൽ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഡോക്ടർമാർ പറയുന്നത് ബ്രെയിൻ ട്യൂമർ ആണെന്നാ. അമ്മയ്ക്ക് ഓപ്പറേഷൻ വേണമെന്നാ അവര് പറയുന്നത്. ഞങ്ങൾ ആകെ തകർന്നിരിക്കുക. മറ്റുള്ളവർക്ക് ഒരു ദോഷവും ചെയ്യാതെ ജീവിച്ച ഞങ്ങളുടെ കുടുംബത്തിന് എന്തുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അമ്മയെ ഞങ്ങൾക്ക് തിരിച്ചു വേണം. വേറൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഒന്ന് പ്രാർത്ഥിക്കോ ബ്രദർ? നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്തുള്ളവർ കൂടി കേട്ട് പ്രാർത്ഥിക്കാൻ മോള് ഫോണിന്റെ സ്പീക്കർ ഓൺ ചെയ്യ്. ശരി ബ്രദർ, ഞാൻ ഇപ്പൊ ഓണാക്കാം. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഏതൊരു അടിയുറച്ച വിശ്വാസിയുടെയും ജീവിതത്തിൽ പോലും പ്രതിസന്ധികളും ദുരിതങ്ങളും ദൈവം അനുവദിക്കാറുണ്ട്. ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് ഈ ലോക ജീവിതത്തിൽ പീഡകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ക്രിസ്തുവും അതാണ് ചെയ്തത്. യേശു തന്റെ തിരുരക്തം കുരിശിൽ ചിന്തിയത് അന്ധകാര ശക്തികളുടെ ആക്രമണങ്ങളിൽപ്പെട്ട മാനവകുലത്തിന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ്.
ഈശോ ഈ ഭൂമിയിൽ ചിന്തിയ ആ വിലയേറിയ തിരുരക്തത്തിൻ്റെ ശക്തി ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത്ഭുത ശക്തിയുള്ള ആ രക്തം പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതിനായി ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. ബ്രദർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എപ്പോഴോ എൻ്റെ മനസ്സിൽ ഒരു ദൃശ്യം തെളിഞ്ഞു വന്നു. ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ രൂപം. അവൻ്റെ തിരുമുറിവുകളിൽ നിന്നും രക്തം വാർന്നൊഴുകുന്നതായി ഞാൻ കണ്ടു. ഇറ്റിറ്റ് വീണ തിരുരക്തം അത് ശിരസ് മുഴുവൻ പൊതിഞ്ഞ് സൗഖ്യപ്പെടുത്തുന്നതായി വിശ്വാസപൂർവം ഞാൻ ദർശിച്ചു. പിന്നെ അത് മാഞ്ഞു. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തിരുരക്തത്തിന്റെ സംരക്ഷണം സഹോദരിക്ക് ലഭിച്ചിട്ടുണ്ട്. എത്രയും വേഗം നിങ്ങളെല്ലാവരും ഒരു ധ്യാനത്തിന് പങ്കെടുക്കാൻ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നു. തുടർന്നും നിങ്ങൾക്കു വേണ്ടി ദിവസവും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. ഗോഡ് ബ്ലെസ് യു. ഓക്കേ ബ്രദർ. ധൈര്യമായിരിക്കൂ. താങ്ക്സ് അ ലോട്ട്. താങ്ക് യു വെരി മച്ച് ബ്രദർ. മാധ്യമ ശുശ്രൂഷകൾ ചെയ്തു പോന്ന ഞങ്ങളുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ ദൈവം ടെലിഫോൺ എന്ന മാധ്യമത്തിലൂടെ തന്നെ പ്രവർത്തിച്ചു. അന്ന് ഞങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ ആ അപരിമേയമായ സ്നേഹത്തെക്കുറിച്ചോർത്തപ്പോൾ കരഞ്ഞുപോയി. ശരിക്കും ഞങ്ങളുടെ വീട്ടിൽ ഈശോയുടെ സജീവ സാന്നിധ്യം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഒരു തലോടൽ പോലെ ഞങ്ങളുടെ മധ്യത്തിൽ അവൻ സന്നിഹിതനായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം അന്ന് രാത്രി ഞങ്ങൾ സമാധാനത്തോടെ ഉറങ്ങി. മരിയമോൾക്ക് ആ സമയത്ത് സാലോമിലേക്ക് ഫോൺ ചെയ്യാനുള്ള പ്രചോദനം കിട്ടിയത് പരിശുദ്ധാത്മാവിലൂടെയാണെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ പ്രവർത്തനപരമായിട്ടാണ് ഇവിടെ ധ്യാനത്തിന് പോകാനും ആ ധ്യാനത്തിൽ വെച്ച് കർത്താവ് ഷീലയിലൂടെ പ്രവർത്തിച്ചു എന്ന് ഞങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നു. ധ്യാനം കൂടാൻ വിചാരിച്ചിരുന്ന സമയത്ത് തന്നെയാണ് അത് എന്തായാലും ദൈവാനുഗ്രഹത്തിന് ബഹുമാനപ്പെട്ട സേവ്യർ ഖാൻ അച്ഛൻ്റെ ധ്യാനം ഭരണങ്ങാനത്ത് നടക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര ആളാണ്. അച്ഛൻ്റെ ധ്യാനം കുറച്ച് നേരം ഞങ്ങൾ കൂടി. ഒരു ഉച്ചയായപ്പോഴത്തേനും അച്ഛൻ ഇറങ്ങി വരുന്ന സമയത്ത് അച്ഛനെ ഒന്ന് കണ്ട് പ്രാർത്ഥിച്ചേക്കാം. ആ സമയത്ത് പ്രാർത്ഥന ഒരു കുറച്ച് പേരെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ കുറച്ച് പേരെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു കൊടുത്ത് ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കരമായിട്ടും ആളാണ്. അവിടെ അടുക്കാൻ പോലും പറ്റുന്നില്ല, അതുപോലെ ആളായിരുന്നു. അപ്പോൾ അച്ഛൻ ഇറങ്ങി, അത് കഴിഞ്ഞ് അച്ഛൻ സ്റ്റേജിൽ നിന്ന് പുറകിലൂടെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ആൾ കാരണം എനിക്ക് നിൽക്കാനായിട്ട് അങ്ങോട്ട് കടക്കാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, അച്ഛൻ ആ സ്റ്റെപ്പ് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം അതിനിടയ്ക്ക് ഞാൻ ചെന്ന് പെട്ടതെന്ന് പറഞ്ഞാൽ ഉന്തി തള്ളി വിട്ടെന്ന് പറയാം. അതുപോലെ എന്നെ തള്ളിക്കൊണ്ട വിട്ടതായിരിക്കും. എന്നിട്ട് ആദ്യം അച്ഛൻ ഒരു പ്രാവശ്യം തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേനും എനിക്കന്നേരം എന്തൊരു നല്ലൊരു അനുഭവമായിരുന്നു ആ പ്രാർത്ഥന. ഞാൻ അന്ന് മുതൽ ആ അസുഖത്തെക്കുറിച്ച് എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. ഡിസംബറിലാണ് അച്ഛൻ്റെ ധ്യാനം കൂടുന്നത്. അത് കഴിഞ്ഞ് ജനുവരി മാസത്തിലാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോകുന്നത്. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടറിനോട് ചോദിച്ചു, ഇത് ഡേറ്റ് കഴിഞ്ഞു പോയല്ലോ, നിങ്ങൾ ഈ സർജറിക്ക് എന്നെ താമസിച്ച് പോയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനത് അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. പക്ഷേ വീണ്ടും ഒരു MRI കൂടെ ചെയ്ത് നോക്കണം, എന്നിട്ടാകാം സർജറി എന്ന് പറഞ്ഞ് അവിടെ തന്നെ ശ്രീധരായി തന്നെ സർജറിക്ക് സ്കാനിങ്ങിന് കുറിച്ചു. അവിടെ ചെന്ന് ചെയ്ത് കഴിഞ്ഞ് റിസൾട്ട് കൊണ്ട് ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് സർജറി ചെയ്യേണ്ടത് ആവശ്യമൊന്നുമുള്ള കേസല്ല, ഇത് ഒന്നും പേടിക്കണ്ട, ഇപ്പോൾ യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വിട്ടു. വീട്ടിലേക്ക് ഞങ്ങൾ വന്നു കയറിയ ഉടനെ തന്നെ സൗഖ്യദായകനായ യേശുവിന് ഞാൻ നന്ദി അർപ്പിച്ചു. എൻ്റെ മക്കൾക്ക് അവരുടെ അമ്മയെ തിരികെ കൊടുത്തതിന്, എൻ്റെ ഭാര്യയെ ആരോഗ്യവതിയായി എനിക്ക് തിരിച്ചു നൽകിയതിന്, ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ കുടുംബത്തിൻ്റെ സന്തോഷം
ഞാൻ മതിവരുവോളം കണ്ടു. ഞാൻ പറയും, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മാത്രമായിരുന്നില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ യേശു പ്രവർത്തിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും അനുഭവിച്ചറിഞ്ഞ ക്രിസ്മസ് ആണ്. Jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. പതിവ് പോലെ ഷീല വീണ്ടും ഓഫീസിലേക്ക് പോകാൻ തുടങ്ങി. ഞങ്ങൾ തുടർന്നു പോന്ന ആ ദൗത്യം കൂടുതൽ തീക്ഷ്ണതയോടെ നിർവഹിക്കുവാൻ തുടങ്ങി. എനിക്കൊന്നേ പറയാനുള്ളൂ, ലോകം മുഴുവനും ഇന്ന് അക്രമങ്ങളുടെയും ഞെരുക്കങ്ങളുടെയും ഒരു കാലഘട്ടത്തിലാണ് നീങ്ങുന്നത്. അതിനാൽ മനുഷ്യനെ നന്മയിലേക്ക് തിരികെ കൊണ്ടുവരാൻ നാം ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ശത്രുത വെടിഞ്ഞ്, സ്പർദ്ധ വെടിഞ്ഞ്, എളിമപ്പെട്ട് നമ്മുടെ ആ നല്ല ഇടയൻ്റെ സദ്വാർത്ത ലോകം മുഴുവൻ എത്തിക്കാൻ നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം. അതിനായി നമ്മൾ ഓരോരുത്തരെയും യേശു കാത്തിരിക്കുന്നു. ഇതാണ് എൻ്റെ കുടുംബത്തിൻ്റെ ചെറു ജീവിതകഥ. ഇത് ആർക്കെങ്കിലും പ്രചോദനമേകാൻ ഉപകരിക്കുമെങ്കിൽ എൻ്റെ കുടുംബജീവിതം ധന്യമായി. ഇന്ന് യേശുവിൽ വിശ്വസ്തയോടെ റജി കുര്യൻ.